5 വർഷം, നീണ്ട ബുദ്ധിമുട്ടുള്ള 5 വർഷം. ഞാൻ അപരിചിതമായ ഒരു നാട്ടിലായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് ചുറ്റും. എൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഒരേ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. എല്ലാ ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇവിടെ ചേർന്നത് ശരിയായ ഒരു തീരുമാനമായിരുന്നു. എനിക്ക് ഇത് ശരിക്കും ചെയ്യാൻ കഴിയുമോ? അതോ ഞാൻ വെറുതെ തോൽക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്നു ചേർന്നത്? ഇങ്ങനെയുള്ള ചിന്തകളുമായിട്ടായിരുന്നു എൻ്റെ ജീവിതം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉപേക്ഷിച്ച് അത് ഒഴിവാക്കാൻ തോന്നിയിട്ടുണ്ടോ? തോൽവിയെ പേടിച്ച് ഒഴിവാക്കുകയാണ് ഏക പോംവഴി എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറേറ്റ് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമേരിക്കയിൽ വന്നത്. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അത്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു വെല്ലുവിളിയും അതുതന്നെയായിരുന്നു. കാരണം ഇംഗ്ലീഷ് അല്പം മാത്രം സംസാരിച്ചിരുന്ന ഞാൻ പഠിക്കേണ്ടിയിരുന്നത് അമേരിക്കക്കാരായ വിദ്യാർത്ഥികളോടൊപ്പമായിരുന്നു. എൻ്റെ ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികളെ പോലെ എനിക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അമേരിക്കൻ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്നും വ്യത്യസ്തമാണല്ലോ. എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇംഗ്ലീഷിലുള്ള കപ്പാസിറ്റി, ഓരോ കാര്യങ്ങളും അവർ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതെല്ലാം എന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ഒരുമാതിരി മഴത്തുള്ളി പിടിക്കാൻ കഷ്ടപ്പെടുന്ന അനുഭവമായിരുന്നു എൻ്റേത്. നമുക്കറിയാം, മഴത്തുള്ളിയെ കയ്യിലൊതുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വഴുതിപ്പോകുന്നത് പോലെ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് വഴുതിപ്പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഭാഷാ തടസ്സം മാത്രമായിരുന്നില്ല പ്രശ്നം, പ്രോഗ്രാം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞങ്ങൾ 10-25 പേർ ഒരുമിച്ച് യാത്ര ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ പലരും പഠനം ഉപേക്ഷിച്ചു. ആ സമയങ്ങളിലൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നേക്കാൾ കഴിവ് കൂടിയ, അനുഭവജ്ഞാനമുള്ള, ഇംഗ്ലീഷ് ഭാഷ മാത്രം അറിയാവുന്ന അമേരിക്കൻ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഇത് ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നത്? ഞാൻ ഉപേക്ഷിച്ചു പോയാൽ അത് സാധൂകരിക്കാനാവുന്നതാണ്. ഞാനും പലതവണ ഉപേക്ഷിക്കാൻ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞ, തോൽവിയെക്കുറിച്ചുള്ള ഭയവുമായി ഞാൻ നിരന്തരം പോരാടുകയായിരുന്നു. എനിക്ക് വേണ്ടത്ര ബുദ്ധിയുണ്ടോ? എനിക്ക് അവരെ പോലെ കഴിവുണ്ടോ? എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തുകയാണോ? ഞാൻ തോറ്റുപോവില്ലേ? അല്ലെങ്കിൽ ഈ നാട്ടുംപുറത്തുകാരനായ ഒരു മലയാളിക്ക് ഈ അമേരിക്കക്കാർ സ്റ്റുഡൻസിനോട് എങ്ങനെ മത്സരിച്ച് ഇതിൽ പങ്കുചേരാൻ കഴിയും? ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പ്രോഗ്രാം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പലതവണ ഞാൻ ചിന്തിച്ചു. പക്ഷേ പെട്ടെന്ന് എൻ്റെ ചിന്തകളിൽ ഒരു മാറ്റം ഞാൻ വരുത്തി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഭയം എൻ്റെ ശത്രുവല്ല. ഭയം അതൊരു ചിന്താഗതിയാണ്. ആ ഒരു ഭയത്തെ ഞാൻ നിന്ന് നേരിടാൻ പഠിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ചില മാറ്റങ്ങൾ എൻ്റെ ചിന്തയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ വരുത്തിയ മാറ്റങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്നാമതായിട്ട്, തോൽവിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ കംപ്ലീറ്റ് മാറ്റി. തോൽവിയെ ഒരു അവസാനമായി കാണുന്നത് ഞാൻ നിർത്തി. പകരം തോൽവി എന്നത് ഒരു നല്ല പാഠപുസ്തകമായി ഞാൻ കാണാൻ തുടങ്ങി. ഓരോ ബുദ്ധിമുട്ടും, ഓരോ തെറ്റും എന്നെ എന്തെങ്കിലും പഠിപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ തോൽക്കുകയായിരുന്നില്ല, മറിച്ച് ഞാൻ ഓരോ ദിവസവും പഠിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് കിട്ടിയാൽ ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് എവിടെയാണ് തെറ്റിയത്, അടുത്ത തവണ എനിക്ക് കൂടുതൽ നന്നായി എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയും, എൻ്റെ മാർക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ തോൽവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ മെച്ചപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇതായിരുന്നു ഞാൻ വരുത്തിയ ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമതായി ഞാൻ എൻ്റെ ചിന്താഗതിയിൽ വരുത്തിയ മാറ്റം ഇതാണ്: ഞാൻ പരിശ്രമിക്കുന്നത് പൂർണ്ണതയിലേക്കല്ല, ഒരു പുരോഗതിയിലേക്കാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പലപ്പോഴും നമ്മളൊരു പെർഫെക്ഷനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ ബട്ട് പ്രോഗ്രസ്. പുരോഗതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എല്ലാം ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവായിരുന്നു
ആദ്യമായി ഞാൻ വരുത്തേണ്ടിയിരുന്നത്. പലപ്പോഴും പല കോൺസെപ്റ്റും പഠിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ അതിനെയെല്ലാം ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ തുടങ്ങി. ഒരു ചെറിയ ആശയത്തെ ആദ്യം മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങുക. അങ്ങനെ കാലക്രമേണ ഈ പഠനം എന്നുള്ളത് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രക്രിയയായിട്ട് മാറാൻ തുടങ്ങി. എൻ്റെ ചെറിയ ചെറിയ വിജയങ്ങൾ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തുടങ്ങി. മൂന്നാമതായിട്ട് ഞാൻ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം, എന്നെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന പരിപാടി ഞാൻ അവസാനിപ്പിച്ചു. താരതമ്യം എന്നുള്ളത് എൻ്റെ ആത്മവിശ്വാസം നശിപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. എൻ്റെ ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. എനിക്ക് കഷ്ടപ്പെട്ട് വേണമായിരുന്നു അതെല്ലാം ചെയ്യാൻ. പക്ഷെ ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്, ഇത് എൻ്റെ യാത്രയാണ്. എൻ്റെ യാത്ര അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ വിജയം എന്നുള്ളത് ഏറ്റവും മികച്ചവനാകുക എന്നുള്ളതല്ല, ഇന്നലത്തേക്കാൾ എന്നെ തന്നെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അസൂയൊക്കെ തോന്നിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഞാൻ എപ്പോഴും എന്നെ തന്നെ ഓർപ്പിച്ചിട്ടുള്ളൊരു കാര്യം, എൻ്റെ വിജയം എന്നുള്ളത് എൻ്റെ മെച്ചപ്പെടലാണ്. എൻ്റെ യാത്ര അവരിൽ നിന്നും വ്യത്യസ്തമാണ്. അവരെ അവരുടെ യാത്ര ചെയ്യാൻ അനുവദിക്കുക, അവരുടെ യാത്രയിൽ അവരോടൊപ്പം സന്തോഷിക്കുക. ഓരോരുത്തർക്കും അവരവരുടേതായ സമയമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നാലാമതായിട്ട് ഞാൻ ചെയ്തത്, എൻ്റെ ബുദ്ധിമുട്ടുകളെ എൻ്റെ കഥയുടെ ഭാഗമായിട്ട് സ്വീകരിക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കഷ്ടപ്പാടുകളെ മാറ്റി നിർത്താനായിട്ടുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമ പൂർണ്ണമാവുന്നത് നായകൻ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളും കൂടി ഉൾക്കൊള്ളുമ്പോഴാണ്, അല്ലെങ്കിൽ കഥ അപൂർണമാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ ഉപേക്ഷിച്ചാൽ ഞാൻ എന്ത് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്? ഭയം കൊണ്ട് ഓടിപ്പോയ ഒരാളുടെ കഥയോ, അതോ അതിനെ കീഴടക്കിയ ഒരാളായിട്ട് ഞാൻ മാറണോ? ഈ ചിന്തയാണ് എനിക്ക് മുൻപോട്ട് പോകാനുള്ള ശക്തി എനിക്ക് നൽകിയത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെ നമ്മുടെ ജീവിത കഥയിലെ പ്രധാന സംഭവങ്ങളായിട്ട് കാണുക. അവ നമുക്ക് കൂടുതൽ ശക്തി നൽകുന്ന അനുഭവം നമുക്ക് തരും. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ എൻ്റെ ചിന്തയിൽ ഞാൻ വരുത്തിയപ്പോൾ എൻ്റെ മുഴുവൻ ആറ്റിറ്റ്യൂഡും മാറി എന്നുള്ളതാണ് സത്യം. ഞാൻ ഡോക്ടറേറ്റ് പ്രോഗ്രാം വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളത് മാത്രമല്ല, ആദ്യം പൂർത്തിയാക്കിയവരിൽ ഒരാളായി മാറി. ഏറ്റവും നല്ല ഭാഗം എന്തെന്നറിയാമോ? എൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു ഇൻ്റർനാഷണൽ ജേർണലിൽ പ്രസിദ്ധീകരിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ തോൽക്കാൻ മനസ്സില്ലാതെ സ്വീകരിക്കാനും അതോടൊത്ത് മുൻപോട്ട് പോകാനും നമ്മൾ തയ്യാറായാൽ വിജയിക്കാനായിട്ട് നമുക്ക് കഴിയും. 5 വർഷത്തെ പോരാട്ടം, എൻ്റെ 5 വർഷത്തെ സംശയം, അതിൻ്റെ എല്ലാം ഒടുവിൽ ഞാൻ എന്നെ തന്നെ തെളിയിച്ചു, ഭയത്തിന് ശക്തിയുണ്ട്. ഭയത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഭയത്തെ ഉപയോഗിക്കാൻ പഠിച്ചാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഭയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ, നിങ്ങൾ തോൽക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇതോർക്കുക, ഭയം നിങ്ങളെ തടയാൻ വേണ്ടിയുള്ളതല്ല, അത് നിങ്ങളെ വെല്ലുവിളിക്കാനായിട്ട് ഉപയോഗിക്കുക. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ആ ഒരു വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഭയത്തെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ ഏറ്റവും ബുദ്ധിയുള്ള ഒരാളാകേണ്ടതില്ല, നമ്മൾ ഏറ്റവും വേഗതയുള്ളവനും ആകേണ്ടതില്ല. നമ്മൾ മുൻപോട്ട് പോകാൻ തയ്യാറായാൽ മാത്രം മതി എന്നുള്ളതാണ് സത്യം. കാരണം ഭയത്തിൻ്റെ മറുവശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് പറയൂ, നിങ്ങൾ ഇന്ന് ഏത് ഭയത്തെ കീഴടക്കാനാണ് പോകുന്നത്? നിങ്ങളുടെ ഉത്തരം താഴെ കമൻസിൽ തരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റൊരു വീഡിയോ കാണുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം.